ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വന്നിരിക്കുന്നവർ മലേഷ്യയിൽ നിന്നാണെന്ന് അറിയുമ്പോൾ തന്നെ ശ്രുതി ആകെ പരിഭ്രമിക്കുകയാണ്. കാരണം താഴത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതി ഒരു അതിബുദ്ധി കാണിക്കുകയാണ്. ശ്രുതിക്ക് പല്ലുവേദനയാണെന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴത്തെ നിലയിലേക്ക് വരുന്ന സമയത്ത് രേവതി സച്ചിയും ഒരുപാട് തന്നെ നമ്മുടെ ശ്രുതിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി വാ തുറക്കുന്ന പോലെ തനിക്ക് പല്ലുവേദന എത്രയും വേഗം ഡോക്ടറെ കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷൻ കാണിച്ച് ഒരു കണക്കിന് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്ന സമയത്ത് ചന്ദ്ര ആദ്യം കൂടുതൽ ചെല്ലാമെന്ന് പറയുന്ന സമയത്ത് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ രവി പറയുകയാണ് അങ്ങനെ തന്നെ ഒന്നും പോകാൻ പറ്റുകയില്ല, ശ്രുതി മോളും കൂടെ ശ്രുതി ചേച്ചിയുടെ കൂടെ ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ശ്രുതിയുടെ തന്ത്രമാണെന്നുള്ള കാര്യം രേവതിക്കും സച്ചിക്കും കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇവർ പോയതിന് തൊട്ട് പിന്നാലെ തന്നെ രവി പറയുകയാണ് എന്തായാലും ശ്രുതിമോള് പോയിട്ട് വരട്ടെ എന്ന്. കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അവളുടെ അച്ഛൻ എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഇവർക്കുള്ള ഭക്ഷണം എടുത്ത് വെക്കാൻ രവി പറയുകയും രേവതി അവിടെ അടുക്കളയിലേക്ക് ചെല്ലാണ്ട് ഈ ഒരു സമയം തന്നെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം ഇത് ശ്രുതിയുടെ ബുദ്ധിയാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ള നാടകം കളിച്ചതെന്നൊക്കെ പറയുമ്പോൾ കൂട്ടത്തിൽ പോയിരിക്കുന്ന വർഷയല്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് ചെന്നതിന് ശേഷം അവളുടെ കള്ളത്തിലൊന്നും തന്നെ നടക്കാൻ പോവുകയില്ല, നീ കണ്ടോ എന്ന് സച്ചി രേവതിയോടായിട്ട് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലാകട്ടെ ശ്രുതി പല കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ വർഷയുടെ അടുത്ത് നിന്ന് മുങ്ങാൻ പോകുന്നുണ്ട്. തനിക്കൊരു ക്ലൈന്റിനും കാണാണ്ട് കൂടുതൽ എമൗണ്ട് കിട്ടുന്നൊരു വർക്കാണെന്നൊക്കെ പറയുന്ന സമയത്ത് പൈസയേക്കാൾ വലുതാണ് ശ്രുതി ചേച്ചി ജീവൻ, എന്തായാലും നമുക്ക് ആദ്യം ഡോക്ടറെ കണ്ട് ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ശ്രുതിയോടെ പിടിച്ചെടുത്തണം. അങ്ങനെ നമ്മുടെ ഡോക്ടർ ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് ശ്രുതി പേടിയോട് കൂടി തന്നെയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നാൽ ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഒരു പല്ലിന് കേടുണ്ട്, അതുകൊണ്ട് തന്നെ ആ പല്ലെടുത്ത് കളയണമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി തന്നെ ആകെ അമ്പരക്കാണ്ട് തൻ്റെ പല്ലിന് കേടോ എന്നും പറഞ്ഞുകൊണ്ട് അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് വർഷ പറയുന്നത് സാർ എത്രയും വേഗം ആ പല്ല് റിമൂവ് ചെയ്തോ, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അതെ ആ ഒരു പല്ല് റിമൂവ് ചെയ്തില്ല എന്ന് ബാക്കി പല്ലുകളിലേക്ക് കേട് ബാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ആ ഒരു പല്ലങ്ങ് റിമൂവ് ചെയ്യാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ശ്രുതി നല്ല ഡോക്ടറെ അടുത്താണ് താൻ എത്തിപ്പെട്ടത്, പൈസ പിഴിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കേടില്ലാത്ത പല്ലും കൂടെ അയാൾ പറിച്ചെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് വർഷ ചോദിക്കും എന്ത് പറ്റി ശ്രുതി ചേച്ചി, ഇനി അടുത്ത പല്ലിന് വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ആ ഒരു സമയത്താണ് സിസ്റ്റർ ശ്രുതിക്ക് കഴിക്കുന്നതിന് വേണ്ടി ഐസ്ക്രീമായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വർഷ അത് മേടിച്ചതിന് ശേഷം ശ്രുതി ചേച്ചിക്ക് വേണ്ടി വേറെ ഐസ്ക്രീം കൊടുക്കാൻ പറയുന്ന സമയത്ത് ഇതെന്താ ഐസ്ക്രീം പാർലറാണോ എന്ന് നേഴ്സ് ചോദിക്കുന്നു. എന്തുകൊണ്ടല്ല, ഇവിടെ വരുന്നവർ നല്ല പൈസ പിഴിഞ്ഞു മേടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കൂടെ വരുന്നവർക്ക് ഐസ്ക്രീം കൊടുക്കണം, ശ്രുതി ചേച്ചിക്കുള്ള ഐസ്ക്രീം എടുത്തുകൊണ്ട് വായെന്നും പറഞ്ഞുകൊണ്ട് വർഷ സിസ്റ്ററിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ സമയം ശ്രുതി ആകട്ടെ തൻ്റെ കയ്യിലുള്ള പൈസയും പോയി പല്ലും പോയി, താൻ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നവർ യാത്രയൊക്കെ പറഞ്ഞ് പോകാനിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം തൻ്റെ മക്കൾ വരാമെന്ന് പറയുന്നല്ലാതെ തങ്ങളെ കാണാനോ ഒന്നും മിണ്ടാൻ പോലും അവർ നിൽക്കാറില്ല. എന്നാൽ സച്ചിയെ പോലെ ഒരു മകനെ കിട്ടി നിങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയ രേവതിയോടായിട്ട് നന്ദിയും പറയുന്നുണ്ട് കേട്ടോ. അതായത് കേരളത്തിൽ വന്നതിന് ശേഷം ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴാണെന്ന് വരെ നമ്മുടെ രേവതിയെന്ന് നോക്കി ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സന്തോഷത്തോടുകൂടി തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ സച്ചിക്കും രേവതിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിനെയും ഇവരെയും തമ്മിലൊന്ന് കണ്ടുമുട്ടിക്കാൻ ശ്രമിച്ചിട്ട് ഇവളുടെ കള്ളത്തിലും പൊളിക്കാൻ പറ്റിയില്ല, ആ ഒരു സങ്കടം അവർക്കുണ്ട് താനും. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.